ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന 2 കേക്ക് ഡെക്കറേഷനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മടി ആയിട്ടുള്ളൊരു ദിവസം ചെയ്തിട്ടുള്ളൊരു വർക്കായിരുന്നു. കാരണം ഈ ഒരു വർക്ക് വന്നിട്ട് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു. അപ്പോൾ കസ്റ്റമർ നാട്ടിലില്ല കേട്ടോ, ജയ്പൂരിലാണ്. അപ്പോൾ ആളുടെ വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഓർഡർ തന്നിട്ടുള്ളതാണ് കേട്ടോ. എൻ്റെ കൂടെ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നൊരു ചേച്ചിയായിരുന്നു, ഇപ്പോൾ നാട്ടിലില്ല കേട്ടോ. അപ്പോൾ ചേച്ചി എനിക്ക് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളൊരു വർക്കായിരുന്നു റെഫറൻസ് പിക്ചറായിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു സിമ്പിൾ വർക്കായിരുന്നു കേട്ടോ. അപ്പോൾ വേറെ ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് മടിച്ചാണ് ഈ ഒരു വർക്ക് ഞാൻ ചെയ്തിട്ടുള്ളത്. കാരണം തിരക്കൊന്നുമില്ലല്ലോ, സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റുമല്ലോ. അങ്ങനെ ഞാൻ നൈറ്റ് സ്പഞ്ചൊക്കെ ചെയ്തു. സ്പഞ്ച് ബേക്കായില്ല കേട്ടോ. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് വീണ്ടും ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അത് ഓർഡർ വന്നതൊരു 9-9:30 ആവാറായി രാത്രി കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും സ്പഞ്ച് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണി കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ ആ ഒരു വാനില സ്പഞ്ച് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ബേക്കാവുന്ന ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഞാൻ ഷുഗർ സിറപ്പും ക്രീമും ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് നൈറ്റ് തന്നെ ആ ഒരു വാനില സ്പഞ്ച് ബേക്കാവുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ ഞാനൊന്ന് ക്രം കോട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാവിലെ എണീറ്റിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു, അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫസ്റ്റ് ഞാൻ വാനില കേക്ക് ക്രം കോട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടാണ് ബാക്കി ഈ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ലൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഒരു പർപ്പിൾ ഷെയ്ഡാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ ഒരു എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന റെഫറൻസ് പിക്ചറിൽ നല്ല ഡാർക്ക് കളറായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വർക്കായിരുന്നു ആ ഒരു കേക്ക്. അപ്പോൾ അന്നേരം മേടിച്ച കളേഴ്സൊക്കെ നമ്മുടെ കയ്യിൽ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം വീണ്ടും ഓരോ പുതിയ ബ്രാൻഡുകൾ വരുമ്പോൾ കളറിന് ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു അത്രയും നല്ല ഡാർക്ക് ഷെയ്ഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കസ്റ്റമർ അടുത്ത് പറഞ്ഞപ്പോൾ ഓക്കെ, കുഴപ്പമില്ല, അതേപോലെ തന്നെ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഈ ഒരു കേക്കിൻ്റെ ടോപ്പിൽ കുറച്ച് ഷുഗർ ബോൾസ് ഇടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗോൾഡ് കളറിൽ ഷുഗർ ബോൾസ് ആയിരുന്നു. അത് ഞാൻ രാവിലെ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് കേക്ക് വൈകിട്ടാണ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ഷുഗർ ബോൾസും ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ സമയമാകുമ്പോഴത്തേനും ആ ഒരു ഗോൾഡൻ ഷുഗർ ബോൾസിൻ്റെ ആ ഒരു ഗോൾഡ് കളറൊക്കെ നമ്മുടെ ആ ഒരു സ്പഞ്ച് ആ ഒരു ക്രീമിലൊക്കെ ആയിട്ട് കാണാനൊരു ഭംഗിയില്ലാതെ വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഡെലിവറിക്ക് കുറച്ച് മുന്നേ ആണ് കേട്ടോ ആ ഒരു ഷുഗർ ബോൾസൊക്കെ ടോപ്പിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്രം കോട്ട് കഴിഞ്ഞ് ഈ ഒരു കേക്ക് ഞാൻ ഫൈനൽ കോട്ടിന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു ക്രം കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ ആ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഫുള്ള് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് ഒന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനൽ കോട്ടിങ് ചെയ്തു. സൈഡിലൊരു സ്ട്രാപ്പർ ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കേക്കിൽ നമുക്ക് കസ്റ്റമർ പ്രത്യേകിച്ച് ഡിസൈനോ റെഫറൻസ് പിക്ചോ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ടോപ്പിൽ ചെറിയൊരു പാലറ്റ് നൈഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബേസ് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. നമ്മളെപ്പോഴും കേക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ക്ലീനിങ്. ക്രം കോട്ട് കഴിഞ്ഞിട്ടും ഫൈനൽ കോട്ടിങ് കഴിഞ്ഞിട്ടും ഒക്കെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുക ബേസ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആ ഒരു കേക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ല സെറ്റായിട്ട് പിന്നെ നമ്മളതൊന്ന് തുടച്ച് മാറ്റാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്ത ഉടനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു നന്നായിട്ട് വൃത്തിയായിട്ട് വരും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു ബാലൻസ് വന്നിട്ടുള്ള ക്രീം വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു കേക്കിൻ്റെ സൈഡ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. റോസറ്റ നോസിൽ വെച്ചിട്ട് ഒരു സൈഡിൽ മാത്രമായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ആ ഒരു സ്പേസിൽ നമ്മൾ വൈറ്റ് കളർ ക്രീം വെച്ചിട്ട് ചെറിയൊരു നോസിലാണ് കേട്ടോ. നമ്പറൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. ആ ഒരു കേക്ക് ക്രീം വെച്ചിട്ട് ആ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഫ്ലവേഴ്സിനും പിന്നെ ആ ഒരു ബോർഡറിലും എല്ലാം ലീവ്സ് പോലെ കൊടുക്കുന്നുണ്ട്. പിന്നെ വൈറ്റ് ക്രീം താഴെ ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഞാൻ ഇതിനകത്തൊരു ബട്ടർഫ്ലൈയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ബട്ടർഫ്ലൈ ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാനങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഈ ഒരു കേക്ക് ഈ ഒരു കേക്കിൻ്റെ ബാക്കി ഡെക്കറേഷനിൽ ഈ ഒരു സെയിം കളറ്
ക്രീമിന് മുന്നെയൊക്കെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് കയ്പ്പൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഈ ഒരു കേക്ക് കൊണ്ടുപോയ കസ്റ്റമർ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ആ ഒരു കയ്പ്പ് പോലെ ഫീൽ ചെയ്തു ആ ഒരു കളർ ആഡ് ചെയ്തിട്ടുള്ള ക്രീമിനെന്ന് പറഞ്ഞു. ഞാൻ നമ്മൾ ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട് സെയിം ബ്രാൻഡ് തന്നെ ആയിരുന്നു ഇപ്രാവശ്യവും മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പം നമുക്ക് അങ്ങനെ പറയുമ്പോൾ നമുക്ക് അടുത്ത കസ്റ്റമറിന് കൊടുക്കുമ്പോൾ ഒന്നീ അവരുടെ അടുത്ത് നേരത്തെ പറയാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം കളർ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ ഒരു പർപ്പിൾ കളർ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടോയെന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു കളറൊന്നുമില്ല, വൈറ്റും പിന്നെ ഈ ഒരു ഓറഞ്ചും ബ്ലൂ എന്താ പറയുക റോസ് കളറെല്ലാം ഞാൻ ഇപ്പം അടുത്തിടെ പോയപ്പോൾ ആ റെഡും എല്ലാം ആ ഒരു സമയത്ത് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.